നിങ്ങളുടെ അഭിലാഷങ്ങളെ അപമാനിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ചെറിയ ആളുകൾ എല്ലായ്പ്പോഴും അത് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കും മികച്ചതാകാൻ കഴിയുമെന്ന് വലിയ ആളുകൾ പ്രേരിപ്പിക്കുന്നു. ജീവിതം എല്ലായ്പ്പോഴും ന്യായമല്ല. കള്ളം പറയുന്നവരും ചതിക്കുന്നവരുമായ ആളുകൾ പലപ്പോഴും മുകളിൽ വരാനാകും. പക്ഷേ സാഹചര്യം എത്ര മോശമാണെങ്കിലും നിങ്ങൾ പോരാടണം. സ്നേഹം സന്തോഷവും പുഞ്ചിരിയും പ്രണയവും നിറഞ്ഞതാണെന്ന് പലരും കരുതുന്നു. യഥാർത്ഥ സത്യം സ്നേഹം വേദനയും നിലവിളിയും നിറഞ്ഞതാണ്. സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല. ഒറ്റ ഓപ്ഷൻ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചേക്കാം. സ്വാതന്ത്ര്യം എന്നത് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുക എന്നല്ല, എത്ര വേണമെങ്കിലും നേടാനുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ പരിമിതപ്പെടുത്തുക. ചിലപ്പോൾ ആരെയെങ്കിലും നിങ്ങൾ അപമാനിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളെ വിവരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ചില ദിവസം ബന്ധങ്ങളിൽ ചെറിയ ഇടവേള വളരെ ആവശ്യമാണ്. അതിനാൽ രണ്ട് പങ്കാളികൾക്കും തങ്ങളുടെ മൂല്യത്തെ വിലമതിക്കാൻ കഴിയും. നിങ്ങൾ തോറ്റുപോകുമെന്ന് കരുതിയ ദിവസങ്ങളെ മറികടന്നതിന് അഭിമാനിക്കുക. നിങ്ങളിൽ ഒന്നും നല്ലത് കാണാൻ കഴിയുന്നില്ലെന്ന് ആളുകൾ പറയുമ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് പറയുക, അന്ധർക്ക് ഒന്നും കാണാൻ കഴിയാറില്ല എന്ന്. വാക്കുകൾ ഉച്ചരിക്കാത്തിടത്തോളം നിങ്ങളതിൻ്റെ യജമാനനും ഒരു തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ അടിമയുമാണ്. നാം നമ്മളെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, എന്നാൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടേതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. എല്ലാവർക്കും മോശമായ ദിവസങ്ങൾ ഉണ്ടാകും. താൽക്കാലികമായി നിർത്തുക, വിശ്രമിക്കുക, പുനരാരംഭിക്കുക, പുനഃസംക്രമം ചെയ്യുക. പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എപ്പോഴും നിങ്ങളെ ഉയർത്തി മുന്നോട്ടു പോവുക. സന്തോഷത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അത് നമ്മുടെ ഇച്ഛാശക്തിയുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് നിർത്തുകയാണ്. നമ്മൾ പുറകിൽ ഉപേക്ഷിച്ചു പോയതിനേക്കാൾ വളരെ കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. മുന്നോട്ടു പോവുക. സ്വയം മെച്ചപ്പെടുത്തുക. ഒരു നല്ല ലോകത്തെ മെച്ചപ്പെടുത്താൻ അതുമാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നിമിഷത്തിലെ ദേഷ്യം ഒരു നിമിഷത്തിലെ ക്ഷമ കൊണ്ട് 100 നിമിഷത്തിലെ ദുഃഖം ഇല്ലാതാക്കുന്നു. ആന്തരിക ജീവിതമില്ലാത്ത മനുഷ്യൻ തൻ്റെ ചുറ്റുമുള്ളവരുടെ അടിമയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ബന്ധത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ ധൈര്യമുള്ള വ്യക്തികളുമായി ആളുകൾ പ്രണയത്തിലാവുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നതിലല്ല, ജനപ്രിയമാവുന്നതിലല്ല, വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിലല്ല. ജീവിതം എന്നത് യഥാർത്ഥവും ദയയുള്ളവരും വിനയമുള്ളവരും ആയിരിക്കുക എന്നതാണ്.